നോഹ വേഴ്സസ് ലൂണ ഇതുവരെ ISL കണക്കുകൾ സംസാരിക്കുമ്പോൾ എടുത്തുയർത്തപ്പെട്ടിരുന്ന സ്റ്റാറ്റുകളിൽ രണ്ടെണ്ണമാണ്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ബ്ലാസ്റ്റേഴ്സും ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ മാലാഗയും ചെകുത്താനും തമ്മിൽ നേർക്കുനേർ എന്നൊക്കെ പറയുമായിരുന്നു. ഇനിയിപ്പം മാലാഗയും ചെകുത്താനും നേർക്കുനേരല്ല, ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് എതിരാളികളെ കരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ലൊരു താരം വന്നതെന്ന് പറയും നമ്മൾ ഒരുപാട് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മറ്റു ടീമുകളുടെ സൈനിങ് ഒക്കെ ഹൈ ക്വാളിറ്റി സൈനിങ് ആണ്. അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ മാത്രമേ ഈ ഒരു സൈനിങ് കൊണ്ട് കഴിയത്തുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ എത്രമാത്രം കളിക്കളത്തിൽ പ്രകടമാവും എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം. കഴിഞ്ഞ 2 സീസണുകളിലെ താരങ്ങളുടെ പ്രകടനം കണക്കിലെടുക്കുമ്പോൾ ആരാണ് ബെറ്ററെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. 43 മത്സരങ്ങൾ നോഹ കളിച്ചപ്പം 53 മത്സരങ്ങളാണ് നമ്മളുടെ ലൂണ കളിച്ചിട്ടുള്ളത്. ഈ 43 മത്സരങ്ങളിൽ നിന്നും നോഹ 20 ഗോളുകൾ നേടിയപ്പം ലൂണ 53 മത്സരങ്ങളിൽ നിന്നും 13 ഗോളുകൾ നേടി. നോഹ 14 അസിസ്റ്റുകൾ നൽകിയപ്പം ലൂണ 17 അസിസ്റ്റുകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പ്രായത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ഒരാൾക്ക് 30 വയസ്സും ഒരാൾക്ക് 32 വയസ്സുമാണ്. നോയ്ക്ക് 30 വയസ്സും ലൂണയ്ക്ക് 32 വയസ്സും. ഇടയിൽ ഈ 43 മത്സരങ്ങളിൽ നിന്നും 34 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നോയുടെ കാര്യത്തിൽ ചെറിയൊരു ഫിഗർ അല്ല. അതായത് കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീക്ക് കോഡ് ദിമിത്രിയോസ് ഡീമൻഡക്കോസിനേക്കാൾ അല്ല, ഈ നോയേക്കാൾ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ള ഒരേ ഒരു താരം ദിമിത്രിയോസ് ഡീമൻഡക്കോസ് ആണ്. ഒരുപക്ഷെ ഇവരോടൊപ്പം ദിമി കൂടി ഉണ്ടായിരുന്നെങ്കിൽ മാലാഗയും ചെകുത്താനും ദൈവവും എല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറുന്നതിൽ ഒരുമിച്ച് തന്നെ. പക്ഷെ ഇത്തവണ ഇല്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെപ്രെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ കോച്ചിങ് ഡിപ്പാർട്ട്മെന്റിലുള്ള പ്രധാനപ്പെട്ട ജോലി. ഈ 2 താരങ്ങളോടൊപ്പം ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ അടിച്ച് തൂഫാനാക്കാൻ പറ്റും. ഇനിയിപ്പം ഇവർ ഒരുമിച്ച് നിന്ന് ബ്ലാസ്റ്റേഴ്സിൽ എന്ത് കാണിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.